വെളിപ്പാട് അധ്യായം 22. അനന്തരം നഗരവീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും പളുങ്കുപോലെ ശുഭ്രവുമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിയുടെ ഇരു കരകളിലും ജീവവൃക്ഷം, അത് ഓരോ മാസവും ഫലം കായ്ച്ച് 12 തരം ഫലം നൽകുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികൾക്ക് രോഗശാന്തി വരുത്തുന്നതാണ്. ഒരു ശാപവും ഇനി ഉണ്ടാകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം നഗരത്തിൽ ഉണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവർ അവിടുത്തെ മുഖം കാണും. അവരുടെ നെറ്റിയിൽ അവിടുത്തെ നാമമുണ്ടായിരിക്കും. ഇനിമേൽ രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് നിമിത്തം അവർക്ക് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ ആവശ്യമില്ല. അവർ എന്നേക്കും രാജത്വത്തോടെ വാഴും. പിന്നെ ദൂതൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസ്യവും സത്യവുമാകുന്നു. പ്രവാചകരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കുവാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാ, ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം ഇവ എനിക്ക് കാണിച്ചു തന്ന ദൂതനെ നമസ്കരിക്കുന്നതിന് ഞാൻ അയാളുടെ കാൽക്കൽ വീണു. എന്നാൽ അയാൾ എന്നോട്, അരുത്, ഞാൻ നിനക്കും നിന്റെ സഹോദരരായ പ്രവാചകർക്കും ഈ പുസ്തകത്തിലെ വചനങ്ങൾ അനുസരിക്കുന്നവർക്കുമൊപ്പം ഒരു ഭൃത്യനാണ്. ദൈവത്തെ നമസ്കരിക്കുക എന്നു പറഞ്ഞു. പിന്നീട് ദൂതൻ എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അധർമ്മം ചെയ്യുന്നവൻ ഇനിയും അധർമ്മം ചെയ്യട്ടെ. അശുദ്ധൻ ഇനിയും അശുദ്ധിയിൽ കഴിയട്ടെ. നീതി പ്രവർത്തിക്കുന്നവൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ, ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുവിലുത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവവൃക്ഷത്തിൽ അവകാശം ലഭിക്കുവാനും കവാടങ്ങളിലൂടെ നഗരത്തിൽ പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കി അലക്കുന്നവർ അനുഗ്രഹീതർ. നായ്ക്കളും ആഭിചാരകരും ദുർവൃത്തരും കൊലപാതകികളും വിഗ്രഹാരാധികളും വ്യാജം ഇഷ്ടപ്പെടുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഏവരും ഓർക്കുന്നത്. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടിയുള്ള ഈ സന്ദേശം നിങ്ങളെ ഏൽപ്പിക്കേണ്ടതിന് എന്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഞാൻ ദാവീദിന്റെ പേരും സന്തതിയും ഉജ്ജ്വലമായ നക്ഷത്രവും എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷീകരിക്കുന്നത്, അവയോട് ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ബാധകൾ ദൈവം അവന് വരുത്തും. ആരെങ്കിലും ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകൾ നീക്കം ചെയ്താൽ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള ഓഹരി ദൈവം നീക്കിക്കളയും. ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവൻ, അതെ, ഞാൻ വേഗം വരും എന്നരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. കർത്താവായ യേശുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.